ഹലോ, ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ചന്തയുടെ കാഴ്ചയാണ് കേട്ടോ. ചന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ്, ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ഒരു മാർക്കറ്റാണിത്. ഓരോ ഏരിയയിലും ഓരോ ദിവസമാണ് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റ് വരുന്നത്. പണ്ട് നമ്മളെ നാടുകളിലൊക്കെ ആഴ്ച ചന്തകൾ ഉണ്ടാവാറില്ലേ, ഏകദേശം അതുപോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന പല തരത്തിലുള്ള സാധനങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് മൊത്തം കവർ ചെയ്യാൻ ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ വീഡിയോ എടുക്കേണ്ടതെന്നുള്ളത്. കാരണം ഒരു ടി ഷേപ്പിലുള്ള ഒരു റോഡിൽ, വലിയൊരു റോഡ്, അതായത് ഒരു ഏരിയയിൽ റോഡിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് ഉള്ളത് കേട്ടോ. ഒരുപാട് ആൾക്കാരാണെങ്കിൽ വന്നും പോയി ഇരിക്കുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊന്നും ഒരു ഡിസ്റ്റർബൻസ് ആവാനും പാടില്ല. ചില ആൾക്കാരൊക്കെ വഴക്കും പറയും വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. ഈ ഒരു മാർക്കറ്റിൽ എല്ലാ കാറ്റഗറിയിലും പെടുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഇതാ കണ്ട് ആസ്വദിക്കാനും വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഇതുപോലെ കുപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ കുപ്പികളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാനിങ്ങനെ ഏതാന്നിപ്പോൾ ശരിക്കും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാന്നുള്ളൊരു അങ്കലാപ്പിലാണേ. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് ആൾക്കാരത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ആവശ്യമുള്ള പച്ചക്കറി ആണെങ്കിൽ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുമേ. ഇലക്കറികളാണെങ്കിൽ അത് കിട്ടും. പിന്നെ പച്ചക്കറികളിൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ളതുണ്ട്, ഇവിടെ ഉള്ളതുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് അതുപോലുള്ളതുണ്ട്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ വേണമെങ്കിൽ അതും ഉണ്ട്. ഏത് സാധനം വേണമെങ്കിലും ഇവിടെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഉന്തുവണ്ടിയിലും അതുപോലെ തന്നെ നിലത്ത് ഇതുപോലെ ഷീറ്റൊക്കെ വിരിച്ചിരുന്നിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റുകളും ഡിമാർട്ടും ഒക്കെ നമ്മളടുത്തൊക്കെ ഉണ്ട് വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലുള്ള ഒരു മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറയുന്നത് ആൾക്കാർക്ക് കുറേയൊക്കെ പൈസ ലാഭം കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ കുറേ വലിയ വലിയ സഞ്ചികളൊക്കെ എടുത്തിട്ട് ഈ മാർക്കറ്റിലോട്ട് ഇറങ്ങുവേ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും തുണികളും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉത്സവമില്ലേ, എനിക്ക് ശരിക്കും നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് ഇവിടെ ഓർമ്മ വരില്ലേ. ഉത്സവമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ചന്തയിലൊക്കെ ഒന്ന് നടക്കൂലേ, എന്നിട്ട് എല്ലാ സാധനങ്ങളും നോക്കി വാങ്ങി വീട്ടിലത്തെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിൽ പോകുന്ന ആ ഒരു ഫീലില്ലേ, അതാണ് എനിക്ക് ഇവിടുന്ന് ഒരു ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇപ്പം ദീപാവലി ആയതുകൊണ്ട് ദീപാവലി വരാൻ പോവല്ലേ, അടുത്ത ആഴ്ച മുതൽ എല്ലാവരും രംഗോലി വരക്കാനും ദിയ കത്തിക്കാനൊക്കെ തുടങ്ങുവേ. ഇപ്പം തന്നെ അധികം കുട്ടികളൊക്കെ പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങിയിട്ടോ ഇവിടെ. അപ്പോൾ എക്സാമൊക്കെ നാളത്തോടുകൂടി കഴിയും. പിന്നെ വെക്കേഷൻ അല്ലേ, ദീപാവലിൻ്റെ ആഘോഷമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിലും ദിയകളും അതുപോലെ തന്നെ രംഗോലി വരക്കാനുള്ള കളർ പൊടികളും ഒക്കെ ആയിട്ടാണ്. പിന്നെ ദീപാവലി ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലും കൂടിയാണ്. ഇതൊക്കെ ഇതാ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഡോറിൻ്റെ ഇവിടെ പടീൻ്റെ അവിടെ കെട്ടിത്തൂക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു പല പല ടൈപ്പിലുള്ള ഡിസൈനുകളിലൊക്കെ ഉണ്ട്. പിന്നെ പോപ്കോൺ ഉണ്ട്, പോപ്കോൺ അല്ല സ്വീറ്റ് കോൺ, പോപ്കോൺ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് പോപ്കോണും ഗോബി മഞ്ചൂരിയനും വടാപ്പാവും അതുപോലുള്ള സ്നാക്സൊക്കെ കഴിക്കാനുള്ളത് കിട്ടുമേ. പിന്നെ ഇത് സ്വീറ്റ് കോൺ ആണ്. അതുപോലെ തന്നെ നാരങ്ങയും, ചൂട് സമയമല്ലേ, ഇനിയിപ്പോൾ എല്ലാ വീട്ടിലും ഈ നാരങ്ങൻ്റെ ഒക്കെ ഒരു തിരക്കിലായിരിക്കും കേട്ടോ. സർബത്തൊക്കെ കുടിക്കുന്ന ഇവിടുത്തെ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു ചൂടാണ്. പിന്നെ ഇതാ ഇതുപോലെ ദീപാവലിക്ക് രംഗോലി വരക്കാനുള്ള കളർ പൊടികളൊക്കെ ഇങ്ങനെ കെട്ടുകെട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കെട്ടുകെട്ടിന് ഒരു കെട്ടിന് 20 രൂപ അങ്ങനെ കേട്ടോ. ഇതൊരു എളുപ്പമുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 5-6 കളറിൻ്റെ ആ ഓരോരോ കെട്ട് വാങ്ങിയിട്ട് പോയാൽ മതിയല്ലോ. പിന്നെ മത്തനും ചേനയും ഇതിങ്ങനെ ഓരോന്നിൻ്റെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറി മാറി പോവാന്നേ. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ സാധാരണ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഇതുപോലുള്ള മാർക്കറ്റുകളും പിന്നെ ഇവിടുത്തെ കുറച്ച് ആൾക്കാരുടെ ജീവിതവും പിന്നെ നമ്മുടെ ട്രാവലിംഗ് എക്സ്പീരിയൻസും അതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ആയിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ പുതിയ പുതിയ വീഡിയോസിനൊക്കെ എനിക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഉണക്കമീൻ വിൽക്കുന്ന ഒരു ചെറിയൊരു കടയായിരുന്നേ. പിന്നെ ഇലക്കറികളുടെ ഒരു സ്റ്റാളുണ്ട്. അച്ചുമ്മൻ പറയാന്ന് ചീര വാങ്ങണമെന്ന്, പക്ഷെ ഇത് നമ്മുടെ നാട്ടിലത്തെ വട്ടത്തെ ചീര ആയിരുന്നില്ല കേട്ടോ. ഇനിയും ഒരുപാടുണ്ട് നടക്കാൻ കേട്ടോ. റോഡിൻ്റെ അങ്ങ് അറ്റം വരെ പോകാനുണ്ട്. പക്ഷെ എനിക്ക് പേടിയായിരുന്നു, ചില ആൾക്കാർ ചീത്ത പറയാം വീഡിയോ എടുക്കുമ്പോൾ.
ചില ആൾക്കാരാണെങ്കിൽ പിന്നെ എന്നാൽ എടുത്ത വീഡിയോ കാണിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയിട്ട് ഡിലീറ്റൊക്കെ ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും എല്ലാം ഇടയ്ക്ക് തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉള്ളത്. പ്ലാസ്റ്റിക് പാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ അതുപോലെ തുണികൾ ഇതുപോലുള്ള ഡെക്കറേഷൻ സാധനങ്ങൾ എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഓരോരോ ഏരിയ ഓരോ സാധനത്തിന് അങ്ങനെയൊന്നുമില്ല, എല്ലാം മിക്സ് ആയിട്ട് തന്നെ ഉള്ളത്. ഇപ്പം കണ്ടില്ല, ഞാൻ ദീപാവലീൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതൊക്കെ ദീപാവലീൻ്റെ രംഗോലി വരക്കാനും അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെയാണ് ഒട്ടിക്കാനൊക്കെ ഉള്ളത്. എല്ലാ സ്ഥലത്തും ഇപ്പം നല്ല തിരക്കിലാണ്. അങ്ങനെ ഏകദേശം ഒരു 5 മണിയാകുമ്പോഴാണ് ഈ ഒരു മാർക്കറ്റ് തുടങ്ങാറുള്ളത്. 5 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പോഴത്തേക്ക് എല്ലാവരും വണ്ടിയിലൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവരവരെ സ്ഥാനം പിടിക്കുക. ശരിക്കും നമ്മൾ ഉത്സവത്തിന് ചന്തയൊക്കെ വരുന്ന പോലെ തന്നെ അവരവരുടെ സ്ഥാനം പിടിക്കും അവർ. എന്നിട്ട് ഒരു 5-5:30 ആകുമ്പം മാർക്കറ്റ് ചാലുമാവേ. ഇനി രാത്രിക്ക് ഒരു 11 മണി വരെ ഈ ഒരു മാർക്കറ്റ് അവിടെ ഉണ്ടാവും. ആൾക്കാരൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ സമയം വരെ നല്ല തിരക്കായിരിക്കും കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളാണെങ്കിൽ അതും ഉണ്ട്. പയ്യന്നൂർ അമ്പലത്തിൽ ആരാധനയൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആണ്ടിയൂട്ട് ഉത്സവമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്കൂളിലോട്ട് വരുമ്പം ആ ആണ്ടിയൂട്ടിലൊക്കെ പോകുന്ന ആ ഒരു അനുഭവമൊക്കെയാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. ഈ ഒരു പച്ചക്കറീൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടിട്ടുണ്ടാകും നല്ല കറുത്ത കളറാണ്, പക്ഷെ അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നല്ല വെളുത്ത കളറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് എല്ലാ സാധനവും ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലീൻ്റെ കൂടെയോ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളത് അതും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. ഇതുപോലുള്ള മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനം വാങ്ങാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതോ നിങ്ങൾക്ക് ഇങ്ങനെ ഷോപ്പിലും മാളിലും അങ്ങനെയൊക്കെ പോയിട്ടാണോ സാധനം വാങ്ങാൻ ഇഷ്ടം, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മുംബൈയിലത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാം ഒരേ സമയത്ത് നടക്കൂട്ടാ. ഇപ്പം ഇതൊരു മാർക്കറ്റായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡിലൂടെ ആണെങ്കിൽ സ്കൂൾ വണ്ടികൾ പോകുന്നുണ്ട്, ആൾക്കാരുടെ പ്രൈവറ്റ് വണ്ടികൾ പോകുന്നുണ്ട്, പിന്നെ ആൾക്കാർ ജോലിക്ക് പോയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ബിസി ലൈഫാണ് കേട്ടോ ഇവിടെ. പക്ഷേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിൽ എല്ലാം ഒരേ സമയത്ത് നടന്നു പോകുന്നുണ്ട്. അതൊരു അത്ഭുതമാണ് കേട്ടോ ഇവിടെ. കുറേ ആൾക്കാർ ജോലിക്ക് പോയിട്ട് വരുന്നുണ്ട്, അപ്പോഴൊക്കെ സാധനം വാങ്ങിയിട്ട് പോകും. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വരുന്നും പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ദീപാവലീൻ്റെ മാർക്കറ്റാണ് ഈ കാണുന്നതൊക്കെ. എത്രത്തോളം ഈ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റീനെന്നുള്ള ഒരു ഇതില്ല കേട്ടോ. കാരണം ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും വലിയൊരു സംഭവമാണ് ആ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ക്യാമറയ്ക്ക് കുറച്ച് പരിമിതി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് എൻ്റെ മൊബൈലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ ഫോണിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം എനിക്ക് മൊബൈലൊക്കെ കുറച്ച് നല്ല രീതിയിലുള്ള മൊബൈലൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാ ഈ മാർക്കറ്റ് ഉണ്ടല്ലോ, അങ്ങ് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത്. എന്നിട്ട് ഇതാ ഇങ്ങോട്ടേക്കും ഉണ്ട്, ഇതിൻ്റെ എൻ്റെ അങ്ങപ്പുറത്താണ്. അതുപോലെ തന്നെ ഈ പറകിലോട്ടും ഉണ്ട് കേട്ടോ. അതായത് ഒരു T ഷേപ്പിലാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത്. ഇത്രയും സമയത്തും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന അത്രേ. ഇനിയിപ്പോൾ രാത്രിയോളം ഉണ്ടാവും ഇതുപോലെ ആൾക്കാർ. അപ്പോൾ നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വീഡിയോ കാണുന്നത് എന്നറിയില്ല. നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇതുപോലുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. ഇതുണ്ടില്ലേ, ഫുള്ള് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിൽ എനിക്ക് അറിയുന്ന ആകെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങില്ലേ, അത് മാത്രമാണേ. ബാക്കി ഒന്നും എനിക്ക് അത്ര പരിചയം തോന്നുന്നില്ല കിഴങ്ങിൽ. പിന്നെ ഇതൊക്കെ നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിലൊക്കെ കിട്ടുന്നൊരു സാധനമല്ലേ, ഒരു മഞ്ഞ കളറില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ അതിനെ ഓടാന്നാണ് പറയല്ലേ. അങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ പൊള്ളയായിട്ടുള്ളൊരു സാധനം, അതിൻ്റെ പല വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല, വാച്ചുകളുണ്ട്, തുണികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഫ്രീ ആയിട്ട് നടക്കാൻ നല്ല രസമാണ്. പിന്നെ കുട്ടികളെയും മൊബൈലും അതുപോലെ തന്നെ നമ്മളെ പേഴ്സും ബാഗും ഒക്കെ സൂക്ഷിക്കണം എന്നൊക്കെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. അത്രയും തിരക്കല്ലേ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ സ്റ്റീൽ പാത്രം, മൺപാത്രം, അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിൽ ഇത്ര തിരക്ക്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. നമ്മുടെ നാട്ടിലെ കരിമണി മാലയില്ലേ, അതുപോലെയാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ കല്യാണം കഴിഞ്ഞാൽ ഇടുന്ന ഒരു മാല, മംഗൾസൂത്രം എന്നാണ് കേട്ടോ അവരതിനെ പറയാം. ഇതൊക്കെ പലഹാരങ്ങളാണ്. ഇനിയിപ്പം ദീപാവലി സമയത്ത് ഇവർ വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരമാണ് കേട്ടോ. ഇതൊക്കെ മടക്കുവട, നുറുക്ക്, അങ്ങനത്തെ ഒക്കെയാണ്. പിന്നെ തുണികളുടെ അടുത്താണെങ്കിൽ അവിടെയും തിരക്കുണ്ട്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല തിരക്കായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു ജീവിതം അതാണ് മുംബൈ. പക്ഷെ ആസ്വദിക്കാൻ നമ്മൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് നാട്ടിലായാലും ഏത് ജീവിത സാഹചര്യത്തിലായാലും നമ്മൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റിലും തന്നെ ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സന്തോഷിക്കാൻ.
വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ദ്രോഹിക്കാതെ നമുക്ക് നമ്മളെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ സ്വയം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ കണ്ടുപിടിക്കുക. അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ദ്രോഹം ഉണ്ടാവരുത്, മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാവരുത്. അതിലെന്താ തെറ്റുള്ളത്? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചാനൽ ഇതാ 2K കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഉണ്ടായതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. ഇതുപോലുള്ള വെറൈറ്റി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.